മരണം മണി മുഴക്കി വരുമൊരു നാള് മറക്കണ്ട, മനസ്സ് പിടിയിലൊതുക്കാൻ മന്നാനിലെ കടുത്തോ ദുനിയാവിൻ പൊലിമയിൽ നീ മയങ്ങണ്ട. പ്രിയപ്പെട്ട ഷുജായി, പെട്ടെന്നായി ആ പോക്ക്. ഒട്ടും പ്രതീക്ഷിക്കാതെ നാഥൻ്റെ വിളിക്കുത്തരം നൽകി സ്വർഗീയ ആരാമത്തിലേക്ക് നീ യാത്രയായിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഷുജായിയെ നേരിൽ കണ്ടിട്ടോ നേരിൽ ബന്ധപ്പെട്ടിട്ടോ ഒന്നുമുള്ള പരിചയം എനിക്കില്ല. പക്ഷേ അവനെക്കുറിച്ച് ആയിരങ്ങളുടെ നാവിൽ നിന്ന് ഒരുപാട് നല്ല നല്ല സംസാരങ്ങൾ കേട്ടപ്പോൾ മനസ്സ് വല്ലാതെ കൊതിച്ചു. മരിക്കുകയാണെങ്കിൽ ഷുജായിയെപ്പോലെ, ധീരനെപ്പോലെ മരിക്കണമെന്ന്. ഷുജാവുദ്ദീൻ ഒരു നാടിൻ്റെ വിളക്കായിരുന്നു, ഒരു നാടിൻ്റെ നന്മ മരമായിരുന്നു. പാവപ്പെട്ട രോഗികൾക്കും പാവപ്പെട്ട വേദനകൾ അനുഭവിക്കുന്നവർക്കും ഒരു അത്താണിയായിരുന്നു. മെഡിക്കൽ കോളേജുകളിൽ കിടക്കുന്ന പാവപ്പെട്ട നിർധനരായ രോഗികളെ പരിചരിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു പ്രിയപ്പെട്ട ഷുജാവുദ്ദീൻ. ഇന്നലെ നടന്ന ആക്സിഡൻറ്റിൽ വളരെ അപ്രതീക്ഷിതമായി നാഥൻ്റെ വിളിക്കുത്തരം നൽകി സ്വർഗീയ ലോകത്തേക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ദുനിയാവിൽ കത്തി നിൽക്കാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നു. ഒരുപാട് കേട്ടു. മദ്രസയുടെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ വെള്ളവസ്ത്രധാരികളായ ഒരുപാട് മുതാലിമീങ്ങളും പണ്ഡിതന്മാരും ഷുജായിൻ്റെ ഖബറിനരികിൽ വന്ന് സലാം പറഞ്ഞ് യാസീനൊരു ദുആ ചെയ്യുമ്പോൾ നമ്മൾ കൊതിക്കുകയാണ് അത്തരമൊരു മരണം കിട്ടിയിരുന്നെങ്കിലെന്ന്. ഒരുപാട് നല്ല പ്രവർത്തകരുടെ മനസ്സിൽ എന്നും ജ്വലിക്കുന്ന ഓർമ്മയായി ഷുജായി ജീവിക്കുകയാണ്. നാഥ, സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ, അവരുടെ കുടുംബത്തിന് നീ ക്ഷമ നൽകണമേ, അവരോടൊന്നിച്ച് ഞങ്ങളെ ജന്നാത്തിൽ ഒരുമിപ്പിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.